ഇന്ന് UAE ദേശീയ ദിനം. രാജ്യമാകെ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈദ് അൽ ഇത്തിഹാദ് എന്ന പേരിലാണ് ആഘോഷങ്ങൾ. കൃത്യം 53 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഡിസംബർ 2-ന് അന്ന് നാട്ടുരാജ്യങ്ങളായി വിഘടിച്ചു കിടന്നിരുന്ന ഈ നാടിന്റെ ഭരണാധികാരികൾ ഒരുമിച്ച് ഒരൊറ്റ മനസ്സോടെ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന ട്രൂഷ്യൽ സ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന ആ പ്രദേശം അന്നു മുതൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അന്നത്തെ അബുദാബി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ദീർഘവീക്ഷണവും ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂബിന്റെ ഇച്ഛാശക്തിയും ഒത്തുചേർന്നപ്പോൾ ആ കൊച്ചു പ്രദേശം ചുരുങ്ങിയ നാൾ കൊണ്ട് കുതിച്ചു കയറിയത് അത്ഭുതങ്ങളിലേക്കായിരുന്നു. അതെ, ഇന്ന് ഇന്ത്യക്കാരുൾപ്പെടെ ലോകത്തിലെ 200ഓളം രാജ്യങ്ങളിലെ ജനങ്ങൾ സുരക്ഷിതമായും സമാധാനത്തോടെയും ജീവിക്കുന്ന നാട് ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ നൽകാനാകൂ. അതാണ് UAE. സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശവാഹകർ എന്ന നിലയിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രാജ്യങ്ങളിലൊന്ന്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഉൾപ്പെടെ നിരവധി വിസ്മയ കാഴ്ചകളുടെ പറുദീസ. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ഈ കൊച്ചു പ്രദേശത്തിന്. ഒരു കാലത്ത് മണൽക്കൂനകൾ നിറഞ്ഞ വരണ്ട പ്രദേശമായിരുന്ന മുത്തുവാരലും മത്സ്യബന്ധനവും പ്രധാന തൊഴിലായിരുന്ന ഒരു ജനത ജീവിച്ചിരുന്ന പ്രദേശത്തെ കേവലം അരനൂറ്റാണ്ടുകൊണ്ട് സ്വർഗതുല്യമാക്കി മാറ്റാനായെങ്കിൽ അതിനൊരു ഉത്തരമേ പറയാനാകൂ. ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള നേതൃത്വമൊന്നുണ്ടെങ്കിൽ ഒരു നാട് ലോകത്തിന്റെ നെറുകയിലെത്താൻ ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളത്. സ്വന്തം പൗരന്മാരെ പോലെ തന്നെ ഈ രാജ്യത്തിന്റെ തണൽ തേടിയെത്തുന്ന വിദേശികളെയും സംരക്ഷിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ പോറ്റമ്മ എന്നറിയപ്പെടുന്ന UAEക്ക് ദേശീയ ദിനാശംസകൾ. ഇനിയും ഈ രാജ്യം ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ, ലോകത്തിന് മാതൃകയാകട്ടെ. അരുൺ പാറാട്ട്, 24, ദുബായ്.